കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ ഡിലീറ്റ് ഫോർ എവ്രി വൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരാൻ വേണ്ടി പോവാണ്. വാട്സപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വാട്സപ്പ് കുറച്ചുകൂടി ജനസ്വീകാര്യമാക്കി തീർത്തത് ഈ ഒരു ഡിലീറ്റ് ഫോർ എവ്രി വൺ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. കുറേ കാലം നമുക്ക് അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി ഇല്ലായിരുന്നു. നമ്മൾ ഇൻ കേസ് ആർക്കെങ്കിലും തെറ്റായിട്ടുള്ള മെസ്സേജ് ഫോർവേഡ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ആൾ മാറി മെസ്സേജ് അയച്ചു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ആ ഒരു ഓപ്ഷനെ വാട്സപ്പിൽ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. വാട്സപ്പിൽ ഈ ഒരു ഓപ്ഷൻ എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ തന്നെയും ഫേസ്ബുക്കിൽ ഇതുവരെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. മെസ്സഞ്ചറിൽ വരുന്ന മെസ്സേജസ് അല്ലെങ്കിൽ നമ്മൾ അയച്ചൊരു മെസ്സേജ് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവം വരും, അപ്ഡേറ്റ് വരുന്നൊന്നും നമ്മളിതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഏപ്രിൽ 2018 ഏപ്രിലിൽ ഇങ്ങനൊരു സംഭവം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള റൂമേഴ്സൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അത് നിലവിൽ വരാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ജെയിൻ എന്ന് പറയുന്ന ഒരാൾ ട്വിറ്ററിൽ ഒരു സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ഫേസ്ബുക്കിൻ്റെ അൺസെൻഡ് ഓപ്ഷൻ യൂസ് ചെയ്ത് തുടങ്ങി. അതിൻ്റെ അകത്ത് കാണുന്നുണ്ട് രണ്ട് സ്ക്രീൻഷോട്ട് ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. ഒന്ന് മെസ്സേജും പിന്നെ അതിൻ്റെ അകത്ത് അൺസെൻഡ് ഓപ്ഷൻ. അൺസെൻഡ് എന്നാണ് ഡിലീറ്റ് ഫോർ എവ്രി വണ്ടെ ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ അപ്ഡേറ്റിന് കൊടുത്തിരിക്കുന്ന പേരെന്നാണ് ആ സ്ക്രീൻഷോട്ട് പ്രകാരം നമുക്ക് കാണാൻ പറ്റുന്നത്. അൺസെൻഡ് ചെയ്യണോ ഈ ചാറ്റ്, ഈ മെസ്സേജിനുള്ളിലുള്ള ചാറ്റ്, പെർട്ടിക്കുലർ മെസ്സേജ് അത് ഡിലീറ്റ് ചെയ്യണോ എന്നുള്ള രീതിയിൽ അൺസെൻഡ് ചെയ്യണോ എന്നുള്ളൊരു ഓപ്ഷൻ പോലെയാണ് അവിടെ കണ്ടത്. അപ്പോൾ ഈ പ്രിന്റ് സ്ക്രീൻ നമുക്ക് ട്വിറ്ററിൽ അവർ പോസ്റ്റ് ചെയ്തത് കൂടാതെ വേറൊരു റൂമർ കൂടി കേട്ടിട്ടുണ്ടായിരുന്നു. മാർക്ക് സുക്കർബർഗ് ചില ആൾക്കാർക്ക് ഇൻബോക്സിൽ അയച്ചിരിക്കുന്ന പേഴ്സണൽ ചാറ്റ്സിലുള്ള ചില മെസ്സേജസ് അദ്ദേഹം റിമൂവ് ചെയ്തു എന്നുള്ള തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. അപ്പം ചില ഉന്നതർ മാത്രം ഫേസ്ബുക്കിൽ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാതെ ഇറ്റ്സ് നോട്ട് ഫെയർ എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ കമൻസും കാര്യങ്ങളൊക്കെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രിന്റ് സ്ക്രീനും കൂടി വരികയും മറ്റ് ചില വെബ്സൈറ്റ് കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം വാട്സപ്പിൽ നമ്മളെല്ലാവരും വളരെ പോപ്പുലറാക്കി എടുത്ത ഡിലീറ്റ് ഫോർ എവ്രി വൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ അൺസെൻഡ് മെസ്സേജ് എന്നുള്ള ആ ഒരു പേരിൽ ചെറിയൊരു ചേഞ്ച് വന്നുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ഫേസ്ബുക്കിലേക്കും കൂടി വരികയാണ്, മെസ്സഞ്ചറിലേക്ക് കൂടി വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ എനിവേസ് ഇതൊരു സംഭവം വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആൾ മാറി അയക്കുന്ന മെസ്സേജസ്, അതേപോലെ ചില മെസ്സേജസ് ബൈ മിസ്റ്റേക്ക് ഫോർവേഡ് ആവുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് വരുന്നത്. അതേപോലെ വാട്സപ്പിൽ ഡിലീറ്റ് ഫോർ എവ്രി വൺ ഓപ്ഷനിൽ ഒരു കുഞ്ഞ് അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ ടൈം ലിമിറ്റ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. 13 മണിക്കൂർ 8 മിനിറ്റ് 16 സെക്കൻഡ് ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ അത്രയും സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിലീറ്റ് ഫോർ എവ്രി വൺ ഓപ്ഷൻ വാട്സപ്പിൽ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഫേസ്ബുക്കിൻ്റെ ഈ ഒരു അൺസെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഈ ഒരു ഫീച്ചർ എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഇത് വരട്ടെ. ഇതിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഫേസ്ബുക്കിൽ കുറേ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ മെസ്സേജസിൻ്റെ ശല്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം വരുമ്പോൾ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജസിൻ്റെ തന്നെയാണ് ആശ്രയിക്കാറ്. കാരണം ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അവിടെ തന്നെ കിടക്കും ഫേസ്ബുക്കിൽ അയക്കണ മെസ്സേജസ് എന്ന് നമുക്കറിയാം. പക്ഷേ ചില ആൾക്കാർ ചീത്ത മെസ്സേജസ് അല്ലെങ്കിൽ തെരുവിലൊക്കെ അയച്ച് ആൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള പരിപാടിയൊക്കെ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടി ഈ ഒരു അൺസെൻഡ് ഓപ്ഷൻ വഴി മിസ്യൂസ് ചെയ്യപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ആരെങ്കിലും ഇനി ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ തന്നെ പ്രിന്റ് സ്ക്രീൻ എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാം. അപ്പം ഫേസ്ബുക്കിൻ്റെ ഈ ഒരു ചേഞ്ച് അപ്രിഷിയേറ്റ് ചെയ്യാണ്. കുറച്ച് ലേറ്റായി പോയി എന്നാണ് തോന്നുന്നത്, ഇത് വരാൻ കുറച്ച് ലേറ്റായി എന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ ഇത് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇംപ്ലിമെൻ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ടെക് മലയാളത്തിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ വീഡിയോ കാണുക, നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.